അപ്പോൾ ദൈവത്തിനു മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. എങ്കിൽ മാത്രമേ അത് ദൈവമാണെന്ന് പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കറണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. എങ്കിൽ മാത്രമേ അതിനെ കറണ്ട് എന്ന് പറയാനൊക്കെ ഉള്ളൂ. സ്തോത്രം. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യത്തിനും ഏതൊരു വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകണമെങ്കിലാണ് അതിന് അത്തരത്തിൽ നമ്മൾ വിളിക്കാം. ഇപ്പോൾ ഉദാഹരണം, ഇന്ന് ചൂട് കാലമാണ്. നിങ്ങളുടെ തലയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലോ ഒക്കെ ആയിട്ട് ഫാന് കറങ്ങുന്നുണ്ടാകും, കാറ്റ് കിട്ടാനായിട്ട്. അപ്പൊ ആ ഫാൻ എന്ന് പറയുമ്പോൾ അതിന്റെ പർപ്പസ്, അതിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും അതിന്റെ പർപ്പസും അതിന്റെ പ്രത്യേകതകളും അടങ്ങിയതായിരിക്കുന്ന ഒരു വസ്തുവിനെയാണ് ഫാൻ എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു മിക്സി കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞ്, ഒരു ഗ്രൈൻഡർ കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞ് കറങ്ങുന്നതെല്ലാം ഫാൻ ആണെന്ന് ആരും ചിന്തിക്കാറില്ല. എന്നതുപോലെയാണ് ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതായ ചില പ്രത്യേകതകളും ക്വാളിറ്റികളും ഉണ്ട്. എങ്കിൽ മാത്രമേ അത് ദൈവമാകെയുള്ളൂ എന്നതാണ് ചുരുക്കി പറഞ്ഞതിന്റെ ആശയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ദൈവം, യേശുക്രിസ്തു ദൈവമാണോ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൽ അതുണ്ടോ എന്നറിയാൻ കഴിയൂ. അപ്പൊ ദൈവത്തിനുള്ള പ്രത്യേകതകളിൽ ഒന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളുടെ മധ്യേ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് എല്ലാം അറിയുന്നവനാകണം. ദൈവം അറിവുണ്ടാകണം, എല്ലാറ്റിൻ്റെ മേലുമുള്ള അറിവ്, എല്ലാം അറിയുന്നവനാകണം ദൈവം. സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ എന്നിങ്ങനെയുള്ള ദൈവത്തിന് മാത്രമുള്ള ചില ക്വാളിറ്റികൾ മറ്റാർക്കും ഉലകത്തിലില്ല. പിശാചിന് പോലും സാത്താന് പോലും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള അധികാരം ഉണ്ട് എങ്കിലും ഈ പറയുന്ന ദൈവത്തിനുള്ള ക്വാളിറ്റി ഒരിക്കലും ലൂസിഫറിന് പോലും ഇല്ല എന്നത് ഇന്ന് രാത്രി നാം മനസ്സിലാക്കാം. അപ്പോൾ യേശുക്രിസ്തു എല്ലാം അറിയുന്നവനാണോ? സ്തോത്രം. ഒരു സർവജ്ഞാനിയാണോ യേശുക്രിസ്തു? എങ്കിൽ മാത്രമേ യേശുവിനെ ദൈവം എന്ന് വിളിക്കാനൊക്കെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ സാത്താൻ പോലും സാത്താന്റെ ചില അനുയായികളാകുന്ന പിശാചുക്കളിൽ നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. സകല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ദൈവത്തോടൊപ്പം ദൈവത്തോളമുള്ള സർവജ്ഞാനമൊന്നും ലൂസിഫറിനില്ല. അത് ദൈവത്തിന് മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്, യേശുവിന് എല്ലാം അറിയാൻ കഴിയുമോ? ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകത യേശുവിനുണ്ടോ? എങ്കിൽ മാത്രമാണ് യേശു ദൈവം എന്ന യേശുവിനെ നമുക്ക് വിളിക്കാൻ ഒക്കുന്നത്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ രാത്രിയിൽ സ്തോത്രം ചെയ്യും. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പ്രാർത്ഥനയോടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാള് വായിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. അവരുടെ വിചാരം അറിഞ്ഞിട്ട്. നമുക്ക് ആ ഭാഗം പ്രാർത്ഥനയോടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് നോക്കാം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. നിങ്ങളത് എല്ലാവരും ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒന്ന് കരങ്ങളിൽ എടുക്കുക.
6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കാം. അവരുടെ വിചാരം അറിഞ്ഞിട്ട് നോക്കാം. അവരുടെ വിചാരം അറിഞ്ഞിട്ട്. ആരാണ് അവർ? അവർ ആരാന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ടൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില പശ്ചാത്തലങ്ങൾ മനസ്സിലാകും. പ്രാർത്ഥനയോടെ മറ്റൊരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബ്ദത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് വിഷയം. ശ്രദ്ധിച്ച് ഓക്കെ മതി. നോക്കുക, യേശു ശബത്ത് ദിവസം വരണ്ട കൈയുള്ള ഈ മനുഷ്യനെ സൗഖ്യമാക്കുമോ എന്ന് ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷ മണ്ഡലത്തിൽ അവരിത് പറഞ്ഞില്ല. സ്തോത്രം. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിനാണ് ശബത്ത് ദിവസം ഈ മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയത്തിൽ വ്യാപരിച്ചതിനെ യേശു കർത്താവ് അറിഞ്ഞു. ഒരറിവ്. അതുകൊണ്ടാണ് അവരുടെ വിചാരം അറിഞ്ഞിട്ട് യേശു കർത്താവ് ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിചാരം അറിഞ്ഞിട്ട് വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. എന്നിട്ട് താഴോട്ട് പറയുകയാണ് യേശു അവരോട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏതാണ് വിഹിതം എന്ന് പറഞ്ഞു. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈക്ക് സൗഖ്യം വന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം യേശു സൗഖ്യമാക്കി എന്നുള്ള വിഷയമല്ല. യേശു അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞു. ഒരറിവ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദൈവ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടനവധി തവണ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ ഹൃദയ വിചാരങ്ങളുമൊക്കെ അറിഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അത് സാക്ഷാൽ ദൈവമാണ് എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന് മാത്രമാണ് ഒരു മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോകാനൊക്കെയുള്ളൂ. അതിന് പറയുന്ന പേരാണ് സർവജ്ഞാനം, എല്ലാം അറിയുക എന്നുള്ളത്. ഞാനിന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ്. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ, അത് നിങ്ങളുടെ ഭാരമോ, നിങ്ങളുടെ വിഷമോ, നിങ്ങളുടെ പ്രയാസങ്ങളോ, നിങ്ങളുടെ ആവശ്യങ്ങൾ, എനിവേ എല്ലാ ഹൃദയ വിചാരങ്ങളെയും യേശു കർത്താവ് അറിയുവാനുള്ള കാരണം യേശു ദൈവമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാര്യം ദൈവത്തിന് മാത്രമാണ് സർവജ്ഞാനമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ലൂസിഫറിന് പോലും ലൂസിഫർ വച്ചിരിക്കുന്ന അനുയായികളാകുന്ന ഭൂതാത്മാക്കൾ അല്ലെങ്കിൽ പിശാചുക്കൾ കൊടുക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുള്ളി എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കത് നേരിട്ട് ദൈവത്തിൽ നിന്ന് അനുവാദം ലഭിക്കണം. അല്ലാത്തിടത്തോളം ദൈവത്തിനുള്ള സർവജ്ഞാനം പോലെയുള്ള എല്ലാറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് ലൂസിഫറിന് പോലും ഇല്ല എന്നുള്ളത് ഇന്ന് രാത്രി മനസ്സിലാക്കുക. യേശുവിന് മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളെ അറിയാനുള്ള കഴിവുണ്ട്. ആ കഴിവ് താൻ ദൈവമാണ് എന്നുള്ളത് അതിന്റെ തെളിവാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് ഓർത്ത് രാത്രി കർത്താവിനൊന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്യും.
അപ്പോൾ ഇവിടെ അവരുടെ വിചാരം അറിഞ്ഞിട്ട് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിചാരങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് യേശുവിനുണ്ട്. അതുകൊണ്ട് യേശു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവൻ. തന്റെ മുൻപിലുള്ള തന്റെ ജനത്തിന്റെ സ്ഥിതികൾ അറിയുന്നവൻ. എന്തൊക്കെയോ ആത്മാവ് ഇന്ന് രാത്രിയില് നിങ്ങളുടെ മധ്യ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയി നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുടെ വിഷയങ്ങൾ, നിങ്ങളെ അലട്ടിയ പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ, ഇതിനെയെല്ലാം അറിയുന്നവനാണ് യേശു കർത്താവ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന ഹൃദയ വിചാരങ്ങളെ തിരിച്ചറിയാൻ സർവശക്തനായിരിക്കുന്ന യേശുവിന്, സർവജ്ഞാനിയായിരിക്കുന്ന ദൈവമായ യേശുവിന് കഴിയും എന്ന ഓർത്തിന്ന് രാത്രിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് എല്ലാറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ് യേശുവിന് ഉണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ ദൈവം എന്ന് നാം വിളിക്കുന്നത്. ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ. നാം പ്രാരംഭത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ്, യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി പൂർണ്ണ ഹൃദയത്തോടെ 100% ഉറപ്പോടെ നമുക്ക് പറയാം, ഞാൻ വിശ്വസിക്കുന്ന എന്റെ രക്ഷകനായിരിക്കുന്ന എന്റെ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്.